നത്തിങ് എന്ന ബ്രാൻഡ് അവരുടെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു ഇവൻ്റൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നത്തിങ്ങിൻ്റെ ഫോണുകളിൽ നത്തിങ് OS സോഫ്റ്റ്വെയർ എന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും വരിക എന്നാണ്. ഇപ്പോൾ നത്തിങ്ങിൻ്റെ ഒഫീഷ്യലായിട്ട് അവരുടെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ലോഞ്ചർ പുറത്ത് വിട്ടിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് ലഭിക്കുന്നില്ല. കാര്യമായിട്ട് ഗൂഗിൾ പിക്സൽ ഫോണുകളിലൊക്കെയാണ് ഇത് ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നത്തിങ് ലോഞ്ചർ എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ലോഞ്ചർ ഇവിടെ കാണാൻ പറ്റില്ല. ഇനി നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നത്തിങ് ലോഞ്ചർ എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്ലേ സ്റ്റോറിൻ്റെ ഒരു റിസൾട്ട് ഇവിടെ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നത് യുവർ ഡിവൈസ് ഈസ് ഇൻ കോമ്പാക്റ്റബിൾ വിത്ത് ദിസ് വെർഷൻ എന്നാണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ പോവുക. അതിനുശേഷം APK പ്യൂർ എന്ന് സെർച്ച് ചെയ്യുക. അത് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് ഒരു റിസൾട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നത്തിങ് ലോഞ്ചർ എന്നുള്ളത് സെർച്ച് ചെയ്യുക. നത്തിങ് ലോഞ്ചർ എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ആ ഒരു ലോഞ്ചർ ഇവിടെ കാണാൻ പറ്റും. നത്തിങ് ലോഞ്ചർ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് APK എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുക. പക്ഷേ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. അതിന് വേറെയും ചില പ്രൊസീജിയേഴ്സ് ഇനിയുണ്ട്. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹൗ ടു ഇൻസ്റ്റാൾ APK ഓർ APK ഫയൽ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജിലോട്ട് പോകും. താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ APK പ്യൂർ ആപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ വേറൊരു ഫയലും കൂടി ഡൗൺലോഡ് ആവും. ഇതൊരു APK ഫയലാണ്. നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്തത് APK ഫയലാണ്. അത് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പം പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു APK ഫയൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ആ ഒരു APK പ്യൂർ എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതിൽ ചില പെർമിഷൻസ് ചോദിക്കും. അത് എലോ കൊടുക്കുക. എലോ കൊടുത്തിട്ട് ഇവിടെ മുകളിൽ ഈ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ സൈഡിൽ APK ഓർ APK മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിലുള്ള ഫയലുകളും കാര്യങ്ങളൊക്കെ ലോഡായിട്ട് വരും. ആദ്യമായിട്ട് തുറക്കുന്നതുകൊണ്ടായിരിക്കണം കുറച്ച് ടൈം എടുക്കുന്നത്. ഇതിൽ നമുക്ക് നത്തിങ് ലോഞ്ചർ കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്നുള്ളത് ചോദിക്കും. അത് ഓണാക്കി വെക്കുക. അപ്പോൾ നമുക്കൊരു വാർണിംഗ് മെസ്സേജ് കാണിക്കും. അത് ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് അത് ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുമ്പം ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്ന് ചോദിക്കും. ഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു നത്തിങ് ലോഞ്ചർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും കാണിക്കില്ല. അതിനുശേഷം നമ്മൾ ഹോമിലോട്ട് വരിക. ഹോമിലോട്ട് വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും സെലക്ട് എ ഹോം ആപ്പ്. അതിൽ നത്തിങ് ലോഞ്ചർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫോണിലുള്ള ലോഞ്ചർ ചേഞ്ച് ആയിട്ടുണ്ട്. പുതിയ നത്തിങ് ലോഞ്ചറാണ് ഇപ്പം ഇതിൽ ലോഡായിട്ടുള്ളത്. ഇപ്പോൾ സൈഡിൽ കുറേ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ട്. അതൊക്കെ പുതുതായിട്ട് നമ്മളിനി സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നത്തിങ് ലോഞ്ചർ ഇപ്പം നമ്മുടെ ഫോണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നത്തിങ് ലോഞ്ചർ എന്നുള്ള ലോഞ്ചർ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.